അല്ല, ഈ വകുപ്പ് മേധാവി 10ഓളം അപേക്ഷ മേളിലോട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തീപിടുത്തം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഇവിടെ ഇന്ന വിഷയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് നേരിട്ട് HOD നിസാറുദ്ദീൻ സാർ അദ്ദേഹം അപേക്ഷ കൊടുത്തിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. യഥാർത്ഥം പറയുമെന്നുണ്ടെങ്കിൽ ഈ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് എന്ന് പറയുന്നത് ഈ മന്ത്രിമാർക്ക് പോലും ഇത്രയും നാൾ നമ്മൾ ഈ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വന്നിട്ട് ഈ ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജ ടീച്ചർക്ക് എത്രയോ മാന്യതയായിരുന്നു. ഇതുപോലൊരു മന്ത്രി ഇനി ഒരിക്കലും കേരളത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. യാതൊരു ഉത്തരവാദിത്വമില്ലാത്തൊരു മന്ത്രി, അതാണ് വീണ ജോർജ്. മനസ്സിലായില്ലയോ? ഒരു പരാതി കൊടുത്താൽ അല്ലെങ്കിൽ ഒരു അപേക്ഷ കൊടുത്താൽ തിരിഞ്ഞു നോക്കാത്തൊരു മന്ത്രി, അതാണോ വേണ്ടത്? ഇത് ഇങ്ങനെ തീപിടുത്തം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഇതൊരു പ്രധാന ക്വസ്റ്റ്യനാണ്. മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കണം. ഇങ്ങനെ തീപിടുത്തം ഉണ്ടാകാൻ ഇടയുണ്ടെന്ന് അവിടുത്തെ HOD നിസാറുദ്ദീൻ സാർ ഒരു അപേക്ഷ കൊടുത്തിട്ട് മൈൻഡ് ചെയ്യാത്ത ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയാണോ ഈ സ്ഥാനത്തിരിക്കേണ്ടത്? എത്രയോ അപേക്ഷകൾ കൊടുത്തിരിക്കുന്നു. ഇതൊന്നും ചെയ്യാതെ അവര് രാവിലെ കുറെ പത്രസമ്മേളനം നടത്തി കുറെ അഭിനയം നടത്തി പോകാതല്ലാതെ ഇതുപോലൊരു ആരോഗ്യവകുപ്പ് മന്ത്രി ഈ സമൂഹത്തിന് തന്നെ നാണക്കേടാണ്. അതുകൊണ്ട് വളരെ എത്രയും പെട്ടെന്ന് ഈ ICU ശരിയാക്കി അവിടെ പേഷ്യന്റിനെ അങ്ങോട്ട് മാറ്റണം. പക്ഷെ അവിടുത്തെ സൂപ്രണ്ടും DMO ഒക്കെ ആത്മാർത്ഥമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ആത്മാർത്ഥമായി ഓടി നടന്നു. ഒരു ഡെത്ത് പോലും ഉണ്ടാവാഞ്ഞത് അവിടുത്തെ മാൻ പവറാണ്. അവിടുത്തെ സിസ്റ്റർമാർ, ഡോക്ടർമാർ, മറ്റ് സ്റ്റാഫ് എത്രയും പെട്ടെന്ന് അവിടുന്ന് മുഴുവൻ പേഷ്യന്റിനെ വെളിയിലാക്കി അത് കൈകാര്യം ചെയ്തുകൊണ്ടൊരു ഡെത്ത് ഉണ്ടായില്ല. ഒരു ഡെത്ത് ഉണ്ടായിരുന്ന അവസ്ഥ എന്താണ്? ഇത് മനസ്സിലാക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി കഴിയുന്നില്ല, ഡിപ്പാർട്ട്മെന്റിന് കഴിയുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കൈകാര്യം ചെയ്യണം. ICU എത്രയും പെട്ടെന്ന് തുറക്കണം. വെന്റിലേറ്ററിന്റെ ക്ഷാമം പരിഹരിക്കണം. നിങ്ങൾക്കറിയാമോ, അവിടെ ഒരു അലാറം പോലും കേട്ടില്ല. ഒരു അലാറം കേൾക്കണ്ടേ? തീപിടുത്തം ഉണ്ടായ അതുപോലും കേടായി കിടക്കുവാണ്. യാതൊരു ICUക്ക് വേണ്ട ഒരു ഫെസിലിറ്റിയും അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. അവിടെ നിന്ന് മാത്രമല്ല ഒരു മെഡിക്കൽ കോളേജിലും ഇല്ല.